സി ജെ റോയിയുടെ സംസ്കാര ചടങ്ങിന് തൊട്ട് മുമ്പായുള്ള പൊതുദർശനം നടക്കുന്നു. സി ജെ റോയിയുടെ മാതാവ് സി ജെ റോയിയെ കാണുകയാണ്. വളരെ വൈകാരികമായ നിമിഷമാണ്. സ്വന്തം മകൻ്റെ വളർച്ച കൺമുന്നിൽ കണ്ടുകൊണ്ടിരുന്ന അമ്മയാണ്. ആ അമ്മയും അച്ഛനും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ബേക്കറി സാമ്രാജ്യത്തിൽ നിന്നാണ് ഈ ബിസിനസ് ആശയങ്ങൾ തനിക്ക് കിട്ടിയത് എന്ന് റോയി എപ്പോഴും പറയുമായിരുന്നു. മകനെ ഒരു നോക്ക് കാണാനായി സി ജെ റോയിയുടെ അമ്മ എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. താങ്ങാനാവുന്നില്ല എന്നുള്ളതാണ് ആ കുടുംബത്തിനാർക്കും. മകളും സി ജെ റോയിയുടെ ഭാര്യയും സി ജെ റോയിയുടെ അമ്മയുമൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏറെ വേദനാജനകമായ നിമിഷം എന്ന് തന്നെ പറയണം. ഒരു കുടുംബത്തിൻ്റെ ദുഃഖം ഒന്നാകെ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സി ജെ റോയിയുടെ അമ്മ സി ജെ റോയിയെ കാണാനായി എത്തിയതാണ്. ബംഗളൂരുവിൽ സി ജെ റോയിയുടെ രക്ഷിതാക്കൾ തുടങ്ങിയ ഒരു ചെറിയ ബേക്കറി അത് പിന്നീട് വലിയ ഹിറ്റായിട്ട് മാറുകയായിരുന്നു. പ്രത്യേക രുചിയുള്ള കേക്കും വൈനും ഒക്കെ വിൽക്കുന്ന ആ ബേക്കറിയിൽ നിന്നാണ് തൻ്റെ ബിസിനസ് ആശയം രൂപപ്പെട്ടത് എന്ന് സി ജെ റോയി എപ്പോഴും പറയുമായിരുന്നു. അത് ഈ അമ്മയും അച്ഛനും ചേർന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് തൻ്റെ മകൻ കൺമുന്നിൽ ഇങ്ങനെ വളർച്ചയിലേക്ക് പോകുന്നത് കണ്ടാണ് ആ അമ്മ നിന്നത്. ഒടുവിൽ ചേതനയേറ്റ ശരീരമായി 57ാമത്തെ വയസ്സിൽ മകൻ ആദ്യം പോകുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്നത് നമുക്കറിയാം. നമുക്കൊപ്പം ഇപ്പോൾ ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, വളരെ വൈകാരികമായ നിമിഷങ്ങളാണ്. മകൻ്റെ മൃതദേഹം കാണേണ്ടി വരുന്ന എന്നുള്ളത് ഒരിക്കലും അമ്മ സങ്കല്പത്തിൽ പോലും നനച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതിവശാൽ യാഥാർത്ഥ്യം അതാണ്. ഏറെ വേദനയോടുകൂടിയാണ് കുടുംബാംഗങ്ങൾ ഈ യാത്ര അയക്കുന്നത്. ഇപ്പോൾ അമ്മയുണ്ട്. എനിക്കൊന്ന് അടുത്ത ബന്ധുക്കളെല്ലാവരും എത്തിക്കഴിഞ്ഞു അല്ലേ ദീപക്? സഹോദരനും മറ്റ് അടുത്ത ബന്ധുക്കളും എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു. അല്പം മുൻപ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന ഈ കാസ്കേഡ് സെൻ്ററിലേക്ക് ബന്ധുക്കളായിട്ടുള്ള ആളുകളോടൊപ്പം മറ്റ് സുഹൃത്തുക്കളും റോയിയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 10 മണിയോടുകൂടി രീതിയിൽ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്ന റോയി പിന്നീട് ബംഗളൂരുവിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. സർവ്വസമ്മതന എല്ലാ ജനകീയനായ ഒരു വ്യവസായി എന്നുള്ള കാര്യത്തിൽ ബംഗളൂരുവിലെ രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ തന്നെ ബംഗളൂരുവിലെ വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇത് റോയി കടന്നു പോകുമ്പോൾ റോയിയുടെ ഭാര്യയും റോയിയുടെ അമ്മയും താങ്ങാനാവുന്നില്ല ദുഃഖം എന്നുള്ളതാണ്. വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ബെന്നാർഘട്ടയിലെ നാച്ചുറൽ കാസ്കേഡ് കൺവെൻഷൻ സെൻറ്ററിൽ നിന്നും തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൺമുന്നിൽ വളർന്ന് ആകാശമുട്ട മകൻ വളരുന്നത് കണ്ട് കൊതി തീരും മുൻപ് തന്നെ 57ാമത്തെ വയസ്സിൽ മകൻ വിടവാങ്ങുന്നതും കാണേണ്ടി വന്നു ആ അമ്മയ്ക്ക്. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ബെന്നാർഘട്ടയിലെ നാച്ചുറൽ കാസ്കേഡ് കൺവെൻഷൻ സെൻറ്ററിൽ നിന്നും പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.